നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ കുറ്റത്തിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നും ലൈംഗിക ബന്ധം ഉഭയസമ്മതപ്രകാരമായിരുന്നില്ലെന്നും കോടതി. ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള വിധിയിലാണ് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയുടെ ഈ നിരീക്ഷണം. രാഹുലിന്റെ എല്ലാ വാദങ്ങളും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ജാമ്യം ലഭിച്ചാൽ സാക്ഷികളെ സ്വാധീനിക്കാനോ തെളിവുകൾ നശിപ്പിക്കാനോ സാധ്യതയുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. പ്രതി മുൻപും സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു. സമാന വകുപ്പുകളുള്ള മറ്റ് 2 കേസുകൾ ക്രൈംബ്രാഞ്ച് കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇരയുടെ സ്വകാര്യത വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ നടക്കുന്നതായി പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയതും കോടതി ഗൗരവമായി കണക്കിലെടുത്തു. ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നെന്നും അറസ്റ്റ് നിയമപരമായിരുന്നില്ല എന്നുമായിരുന്നു പ്രതിഭാഗം പ്രധാനമായും ഉന്നയിച്ച വാദങ്ങൾ. പരാതിക്കാരിയുടെ മൊഴിയിൽ ഒപ്പില്ലെന്ന വാദവും രാഹുലിന്റെ അഭിഭാഷകൻ ഉന്നയിച്ചു. എന്നാൽ ഡിജിറ്റൽ ഒപ്പം മതിയാകുമെന്നും നടപടിക്രമങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും കോടതി വ്യക്തമാക്കി. മൊഴിയുടെ വിശ്വാസ്യത ഉറപ്പുവരുത്താൻ പരാതിക്കാരി നേരിട്ട് കോടതിക്ക് ഇമെയിൽ അയച്ചിരുന്നുവെന്നും തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ചൂണ്ടിക്കാട്ടി. ശബ്ദരേഖകളും ചാറ്റ് വിവരങ്ങളും പ്രതിഭാഗം ഹാജരാക്കിയെങ്കിലും കേസിൽ ബാഹ്യസമ്മർദ്ദമുണ്ടെന്ന പ്രതിയുടെ വാദവും നിലനിൽക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി. വെള്ളിയാഴ്ച അടച്ചിട്ട കോടതിയിലാണ് മജിസ്ട്രേറ്റ് അരുന്ധതി ദിലീപ് കേസിൽ വാദം കേട്ടത്. 3 ദിവസത്തെ SIT കസ്റ്റഡി കാലയളവിൽ രാഹുലിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണിൽ നിന്നടക്കം നിർണായക വിവരങ്ങൾ ലഭിച്ചതായിട്ടാണ് സൂചന. ഇത് കോടതിയെ അന്വേഷണ സംഘം ധരിപ്പിച്ചിരുന്നു. നിരന്തരം രാഹുലിനെതിരെ പീഡന പരാതികൾ ഉയരുന്നുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം മുഖവിലക്കെടുത്ത കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു. രഹസ്യമായി മൊഴി രേഖപ്പെടുത്തണമെന്ന അതിജീവിതയുടെ ആവശ്യം കോടതി അംഗീകരിച്ചു. പരാതിക്കാരിയുടെ മൊഴിയിൽ ഒപ്പില്ലെന്ന വാദമടക്കം കോടതി തള്ളിക്കളയുകയായിരുന്നു. ഡിജിറ്റൽ ഒപ്പ് മതിയെന്നും നടപടിക്രമങ്ങൾ വീഴ്ചയില്ലെന്നും കോടതി വ്യക്തമാക്കി. ഗുരുതര സ്വഭാവമുള്ള കേസുകളിൽ ഓൺലൈൻ വഴി മൊഴിയും ഡിജിറ്റൽ ഒപ്പ് മതിയാകുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അറസ്റ്റ് നിയമപരമാണെന്നും കോടതി വിശദീകരിച്ചു. പ്രതിയുടെ വാദങ്ങൾ നിലനിൽക്കില്ലെന്ന് വ്യക്തമാക്കിയ കോടതി അന്വേഷണ നടപടിക്രമങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് നിരീക്ഷിക്കുകയായിരുന്നു. വിദേശത്തുള്ള NRI യുവതി നൽകിയ 3ാമത്തെ പരാതിയിലാണ് ഇപ്പോൾ നടപടിയുണ്ടായിരിക്കുന്നത്. ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന യുവതിയുടെ ഇമെയിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസാണിത്. രാഹുൽ ഉന്നത സ്വാധീനമുള്ള വ്യക്തിയാണെന്നും ജാമ്യം നൽകുന്നത് അതിജീവിതയെയും സാക്ഷികളെയും സ്വാധീനിക്കാൻ ഇടയാക്കുമെന്നുമുള്ള പ്രോസിക്യൂഷൻ വാദവും കോടതി ശരിവെച്ചു. 3ാമത്തെ ബലാത്സംഗ കേസിലാണ് രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. തെളിവെടുപ്പിനോടും ചോദ്യം ചെയ്യലിനോടും രാഹുൽ സഹകരിക്കുന്നില്ലെന്ന് പോലീസ് കോടതിയെ അറിയിച്ചിരുന്നു. ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്താൻ പാസ്വേഡുകൾ നൽകാൻ പ്രതി തയ്യാറായില്ല എന്നും അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടി. 2024 ഏപ്രിലിൽ തിരുവല്ലയിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ പരാതി. ഇതിനു മുൻപും 2 പരാതികൾ ലഭിച്ചിരുന്നു. മുൻപത്തെ 2 കേസുകളിലും കോടതിയിൽ നിന്ന് രാഹുലിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച പാലക്കാട് നിന്നാണ് രാഹുലിനെ SIT അറസ്റ്റ് ചെയ്യുന്നത്. ക്രൂരമായി ബലാത്സംഗം ചെയ്തതായും സാമ്പത്തികമായി ചൂഷണം ചെയ്തതായും അതിജീവിത പരാതിയിൽ പറഞ്ഞിരുന്നു. നേരത്തെ രാഹുലിനെതിരായ 2 കേസുകളിൽ 1ാമത്തെ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടയുകയും 2ാം കേസിൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുകയുമായിരുന്നു. എന്നാൽ ഈ ഘട്ടത്തിലാണ് അപ്രതീക്ഷിതമായി 3ാം പരാതി ഉയർന്നു വന്നതും രാത്രിയിൽ തന്നെ പാലക്കാട്ടെ ഹോട്ടലിൽ വെച്ച് രാഹുൽ അറസ്റ്റിലാകുന്നതും. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചെങ്കിലും അതിജീവിതയുടെ രഹസ്യമൊഴിയുടെയും പ്രാഥമിക തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ജാമ്യം നൽകാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കുകയായിരുന്നു. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാഹുലിന് ഈ കോടതി വിധി വലിയ തിരിച്ചടി തന്നെയാണ്.